the beauty of nature here and the warmth of people's hearts immediately touches each one. പ്രകൃതിയുടെ മനോഹരതയെക്കുറിച്ച് ദീദി പറയുകയാണ്. കേരളത്തിൻ്റെ പ്രകൃതി വളരെ മനോഹരമാണ്. Nature has supported us for millennia and even today is so very beautiful and shares generously, abundantly. പ്രകൃതി നമ്മെ എക്കാലവും സേവിച്ചിരിക്കുന്നു. ഇന്നത്തെ ഈ കാലഘട്ടം വരെ പ്രകൃതി നമ്മളെ സഹായിച്ചുകൊണ്ടേയിരിക്കുകയാണ് പല രീതിയിൽ. And so definitely it's God's country. തീർച്ചയായും കേരളം ദൈവത്തിൻ്റെ നാട് തന്നെയാണ് പ്രകൃതിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ. And it's also beautiful to see how people live together in harmony. പരസ്പര ഒത്തൊരുമയോടുകൂടി കേരളത്തിലെ ജനങ്ങൾ ജീവിക്കുന്നതും മറ്റൊരു അത്ഭുതം തന്നെയാണ്. If we just simply remember we are children of God and each one, whatever color, religion, background they come from, each one is God's child. ഈശ്വരീയ ജ്ഞാനം പറയുന്നു എല്ലാവരും ഈശ്വരൻ്റെ സന്താനങ്ങളാണ്. കേരളത്തിലെ ഒത്തൊരുമ കാണുമ്പോൾ അതാണ് മനസ്സിലേക്ക് വരുന്നത്. ഏതു തന്നെ ജാതി മത വൈവിധ്യങ്ങളുണ്ടെങ്കിലും നമ്മൾ ഈശ്വരൻ്റെ സന്താനങ്ങളാണ്, നമ്മളൊന്നാണ്. But it's not something that's usual across in the world around us. പക്ഷേ കേരളത്തിൽ കാണുന്ന ഈ ഒരുമയുടെ ദൃശ്യമല്ല ലോകത്തിൽ മറ്റു ഭാഗങ്ങളിൽ കാണപ്പെടുന്നത്. Never mind a country, but even in one family, to what extent is there unity and harmony and trust? രാജ്യങ്ങളുടെ കാര്യം നമുക്ക് വിടാം, കുടുംബങ്ങളുടെ കാര്യം നോക്കൂ. ആ ഒത്തൊരുമയും ഐക്യവും ഇന്ന് എത്രത്തോളം കുടുംബങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. While the patriarch or matriarch of a family is still alive, then maybe the family stays united. But when one of them goes, what happens to the family? കുടുംബനാഥൻ അല്ലെങ്കിൽ കുടുംബനാഥ എത്ര കാലം ജീവിച്ചിരിക്കുന്നു അത്രയും ചിലപ്പോൾ കുടുംബങ്ങളിൽ ആ ഐക്യവും ഒരുമയും കൊണ്ടു നടത്താൻ കഴിയുന്നുണ്ട്. പക്ഷേ അവരിൽ ഒരാൾ ശരീരം ഉപേക്ഷിച്ചതിന് ശേഷം പിന്നീട് കുടുംബങ്ങളിലെ ഒത്തൊരുമ എവിടെ പോകുന്നു? And spirituality teaches us one thing that's very important. ആധ്യാത്മികത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. And that is, everything starts inside and then comes outside. ആ പ്രധാനപ്പെട്ട കാര്യം എല്ലാം ആരംഭിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ്, പിന്നീടാണ് അത് പുറത്ത് പ്രത്യക്ഷമാകുന്നത്. If I'm peaceful inside, then I express that peace through my vibrations, my words, my actions. ഞാൻ ഉള്ളിൽ ശാന്തനാണെങ്കിൽ മാത്രമേ എൻ്റെ ഉള്ളിൽ നിന്നുള്ള തരംഗങ്ങളിലൂടെയും എൻ്റെ വാക്കുകളിലൂടെയും എൻ്റെ കർമ്മത്തിലൂടെയും എനിക്ക് ശാന്തിയെ പ്രസരിപ്പിക്കാൻ കഴിയും. And today very few people have that experience of Shanti, Om Shanti, I am peace. We've forgotten this. ഞാനാണ് ശാന്തി, ഓം ശാന്തി. ആ ഒരു അനുഭവം തൻ്റെ ജീവിതത്തിൽ വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഇന്ന് ഈ കാലഘട്ടത്തിൽ അനുഭവപ്പെടാൻ കഴിയുന്നുള്ളൂ. So it's not surprising to see what's happening in the world around us. അപ്പോൾ നമ്മുടെ ചുറ്റും ലോകത്ത് നടക്കുന്ന ഇന്നത്തെ സംഭവങ്ങൾ നമ്മളെ ഒട്ടും അത്ഭുതപ്പെടുത്തുന്നില്ല. But when we speak about unity, again, unity is something that starts inside and then can be shared outside. ഐക്യം എന്ന മൂല്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഐക്യവും ആരംഭിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലാണ്, എന്നിട്ടാണത് പുറത്തേക്ക് പ്രസരിക്കുന്നത്. And it might be a surprise, but if I ask myself the question, how much do I trust myself? ഇത് നിങ്ങൾക്ക് ഒരു അത്ഭുതം പോലെ തോന്നിയേക്കാം. പക്ഷെ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കും, ഞാൻ എന്നെ തന്നെ എത്രത്തോളം വിശ്വസിക്കുന്നുണ്ട്? And why is it that I don't trust others around me? നമ്മൾ സാധാരണ പറയും, എനിക്ക് ചുറ്റുമുള്ളവരെയൊന്നും വിശ്വാസമില്ല. Well, if I begin to have an inner dialogue with myself, I begin to understand. പക്ഷെ ഞാൻ എന്നോട് തന്നെ ഒരു
എന്നോട് തന്നെ ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാം, എനിക്ക് എന്നെ തന്നെ വിശ്വാസമില്ലാതായിരിക്കുന്നു. Some people say that meditation is difficult because they can't make. ചിലർ പറയും ധ്യാനം വളരെ ബുദ്ധിമുട്ടാണ്, കാരണം മനസ്സിനെ ശാന്തമാക്കുക എന്നത് എളുപ്പമല്ല. But in fact, for me, meditation is first the dialogue of the soul with itself. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ധ്യാനത്തിൻ്റെ ആദ്യ പടവെന്നാൽ ആത്മാവായ ഞാൻ എന്നോട് തന്നെ നടത്തുന്ന സംഭാഷണമാണ്. To be able to know myself more and more deeply. ഓരോ ദിവസം കടന്നു പോകുന്തോറും ഞാൻ എന്നെ തന്നെ ആഴത്തിൽ അറിയുക, ഇതാണ് ധ്യാനം. A person once said, it's easy to know God because God is stable, consistent, Sada Shiv, always the one who is the benefactor. ആരോ പറഞ്ഞു ഈശ്വരനെ അറിയാൻ എളുപ്പമാണ്, കാരണം ഈശ്വരൻ സ്ഥിരമാണ്, ശാന്തമാണ്, സദാശിവൻ എന്നാണ് പറയുന്നത്. But it's difficult to know human beings because human beings keep changing all the time. പക്ഷേ മറ്റു മനുഷ്യരെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, കാരണം ഓരോ നിമിഷവും അവർ മാറിക്കൊണ്ടിരിക്കുന്നു. But if I haven't understood myself, how am I going to understand others? പക്ഷേ ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കാത്തിടത്തോളം മറ്റുള്ളവരെ ഞാൻ എങ്ങനെ മനസ്സിലാക്കാനാണ്? And never mind understanding God, that's very, very far away. അപ്പോൾ ഈശ്വരനെ അറിയുന്ന കാര്യമോ പിന്നീട് അത് വളരെ ദൂരത്തുള്ള ഒരു പ്രക്രിയയായി മാറും. And so I have to ask the question, to what extent is there unity inside my own inner world? അതുകൊണ്ട് പുറത്തെ ഐക്യത്തിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപ് എനിക്ക് എന്നോട് ചോദിക്കേണ്ടതുണ്ട്, എൻ്റെ ഉള്ളിലെ ലോകത്തിൽ എത്ര ഐക്യമുണ്ട്? And if I don't experience that unity inside, then how am I going to be able to trust myself? എൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഐക്യത്തെ അനുഭവിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ പുറം ലോകത്ത് അതെങ്ങനെ എനിക്ക് കണ്ടെത്താൻ കഴിയും? And how do I expect others to trust me? മറ്റുള്ളവർ എന്നെ വിശ്വസിക്കണം എന്നെനിക്ക് എങ്ങനെ പറയാൻ കഴിയും? And so I think the crisis of the world at the present time is the crisis of the subject of knowing myself. ഇന്ന് ലോകം നേരിടുന്ന പ്രശ്നം, പ്രധാനപ്പെട്ട പ്രശ്നം എനിക്ക് തോന്നുന്നത് അവനവനെ തന്നെ തിരിച്ചറിയാൻ കഴിയാതിരിക്കുക എന്നതാണ്. There's many problems in the world out there, and we tried many different answers. ലോകത്ത് പലതരം പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ പല രീതിയിൽ ഉത്തരങ്ങൾ തേടുന്നുമുണ്ട്. Are things getting better or are they getting worse? പക്ഷെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയാണോ ചെയ്യുന്നത്, അതോ കൂടുതൽ മോശമാവുകയാണോ ചെയ്യുന്നത്? Yes, in terms of science and technology, we are progressing. We've gone to the moon and to Mars. ശാസ്ത്ര സാങ്കേതികത മാത്രം നോക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ പുരോഗമിക്കുകയാണ്. നമ്മൾ ചന്ദ്രനിലെത്തിക്കഴിഞ്ഞു, ചൊവ്വയിലെത്തിക്കഴിഞ്ഞു. But in terms of the quality of life, not the comforts that we have or the facilities, but the quality. പക്ഷെ ജീവിതത്തിൻ്റെ ഗുണനിലവാരം നോക്കുമ്പോൾ, ഞാൻ സംസാരിക്കുന്നത് നമുക്കുള്ള സൗകര്യങ്ങളെക്കുറിച്ചല്ല, ജീവിതത്തിൻ്റെ യഥാർത്ഥ ഗുണനിലവാരത്തെക്കുറിച്ച് നോക്കുമ്പോൾ. And I think the quality of life depends on the values that we hold. എൻ്റെ അഭിപ്രായത്തിൽ ജീവിതത്തിൻ്റെ ഗുണനിലവാരം എന്നാൽ നമ്മുടെ ഉള്ളിലുള്ള മൂല്യങ്ങളാണ്. In my childhood, as I was born in India but raised in London, and my father would come home and he'd say, there was a very good deal we made today. ദീദി ജനിച്ചത് ഇന്ത്യയിലാണെങ്കിലും വളർന്നത് ലണ്ടനിലാണ്. വീട്ടിലേക്ക് അച്ഛൻ വൈകുന്നേരം വന്ന് കയറുമ്പോൾ പറയും, ഇന്ന് നല്ലൊരു ഡീൽ നടന്നു. And when he meant a deal, he just meant a verbal agreement. ഡീൽ എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് വാക്കാലുള്ള ഒരു കരാറാണ്. And then the contracts would be signed later. പിന്നീട് കോൺട്രാക്റ്റുകൾ സൈൻ ചെയ്യപ്പെടും. Today you sign a contract
and you need a magnifying glass to look at the terms and conditions. ഇന്ന് ഒരു കോൺട്രാക്ട് ഒപ്പുവെക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു വലിയ ഭൂതക്കണ്ണാടി ഉപയോഗിച്ച് നോക്കേണ്ടി വരും എന്തൊക്കെയാണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ്. Or you even pay a lawyer to have a look at the contract. Is it okay? ആ കോൺട്രാക്റ്റ് നമുക്ക് ഗുണം ചെയ്യുന്നുണ്ടോ എന്നറിയാൻ ഒരു വക്കീലിനെ തന്നെ ചിലപ്പോൾ ഏർപ്പാടാക്കേണ്ടി വരും. And even after all of that, complications arise. ഇതെല്ലാം ചെയ്തതിന് ശേഷവും ചിലപ്പോൾ കരാറിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. And so what's the connection between unity and trust? അപ്പോൾ ഐക്യവും ട്രസ്റ്റ് വിശ്വാസവും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? I think many of you can see the connection very quickly. നിങ്ങൾക്ക് പലർക്കും ഈ കണക്ഷൻ ഈ ബന്ധം പെട്ടെന്ന് കാണാൻ സാധിക്കുമെന്ന് എനിക്കറിയാം. But let's go back to that statement of everything begins inside. നമുക്ക് ആ അടിസ്ഥാന തത്വത്തിലേക്ക് മടങ്ങാം. എല്ലാം ആരംഭിക്കുന്നത് ഉള്ളിലാണ്. When I look at what's going on in my mind, what do I see? തൻ്റെ മനസ്സിലേക്ക് നോക്കുമ്പോൾ അവിടെ എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്? Do I see a flame that's stable and moving upwards all the time? തെളിഞ്ഞു കത്തുന്ന ഒരു നാളം, മേലോട്ട് കത്തുന്ന നാളം നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? Or do I see a flame that's flickering all the time, never steady, never stable? അതോ എപ്പോഴും കാറ്റത്താടുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്ന ഒരു നാളമാണോ നമുക്ക് കാണാൻ കഴിയുന്നത്? And if the flame is flickering anyway, then if the wind comes, which direction will the flame go in? ഇളകിക്കളിക്കുന്ന ഒരു നാളമാണെങ്കിൽ കാറ്റ് വരുമ്പോൾ ഏത് ഭാഗത്തേക്കായിരിക്കും ഈ നാളം ആടി ഉലയുക? Without making time for myself to have a conversation with myself and a conversation with the divine, my mind can never be steady and stable. തെളിഞ്ഞ് കത്തുന്ന, മേലേക്ക് മാത്രം തെളിഞ്ഞ് കത്തുന്ന ഒരു നാളം പോലെയാക്കി എൻ്റെ മനസ്സിനെ മാറ്റണമെങ്കിൽ അവനവനോട് സംസാരിക്കാതെ, ഈശ്വരനോട് സംസാരിക്കാതെ അത് സാധ്യമല്ല. We are honored to have very learned sages and saints here with us today, and I think they will agree that without God's remembrance there can be no stability of mind. ഇന്ന് നമുക്ക് മുന്നിൽ സന്യാസി ശ്രേഷ്ഠന്മാരിയ്ക്കുന്നുണ്ട്. എനിക്കറിയാം അവർ തീർച്ചയായിട്ടും ഞാൻ പറയുന്നതിനോട് യോജിക്കും. ഈശ്വര സ്മരണയില്ലാതെ മനസ്സിനെ സ്ഥിരമായി നിർത്തുക എന്നത് അസാധ്യമാണ്. A master said, if you're a busy person, you should definitely make at least 20 minutes of your time available for yourself, to be with yourself and to be with God. ഒരു ആചാര്യൻ പറഞ്ഞു, നിങ്ങൾ വളരെ തിരക്ക് പിടിച്ച ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ തീർച്ചയായും ഒരു 10-20 നിമിഷമെങ്കിലും ശാന്തമായി മനസ്സിനെ വെക്കാനുള്ള സമയം നിങ്ങൾ കണ്ടെത്തണം. And if you're a very busy person, you should spend at least 40 minutes in silence every day. നിങ്ങൾ വളരെയധികം തിരക്കുള്ള ഒരു വ്യക്തിയാണെങ്കിലോ 20 നിമിഷം പോരാ, 40 നിമിഷമെങ്കിലും നിങ്ങൾ ധ്യാനത്തിന് വേണ്ടി കണ്ടെത്തണം. Because the extra time in silence will help you deal with all the things that you have to do. ആ എക്സ്ട്രാ സമയം എന്തിനു വേണ്ടിയാണ്? അത് നിങ്ങൾ ബിസിനസ് മേഖലയിൽ അല്ലെങ്കിൽ വർക്കിൻ്റെ മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങളെ നേരിടാൻ സഹായിക്കും. And so silence doesn't mean going blank. Silence means to go inside and get to know myself. ശാന്തമാകുക, സൈലൻസിലേക്ക് പോകുക എന്നാൽ അവനവൻ്റെ ഉള്ളിൽ ബ്ലാങ്ക് ആയിരിക്കുക എന്നതല്ല, തൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞ് തന്നെ കണ്ടെത്താനുള്ള നിമിഷങ്ങളിലേക്ക് പോകുക. If my mind is like the flickering flame, or even worse, if I'm facing many challenges in life, whatever they may be, but my mind is just going to be unstable totally. ആ ഇളകി കളിക്കുന്ന നാളത്തെ പോലെയാണ് എൻ്റെ മനസ്സെങ്കിൽ ഓരോ പ്രശ്നം വരുമ്പോഴും അത് വീണ്ടും ഇളകി കളിക്കുകയാണ് ചെയ്യുക. But there's one thing
which is very stable inside, but we forget about it. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ വളരെ സ്ഥിരമായ ഒരു അവസ്ഥയിലേക്ക് എത്താൻ കഴിയും. പക്ഷെ നമ്മൾ അതിനെ മറന്നു പോയിരിക്കുകയാണ്. And that is my conscience. അതാണ് എൻ്റെ മനസ്സാക്ഷി. The Hindi word buddhi also means vivek, conscience. ഹിന്ദിയിൽ അല്ലെങ്കിൽ സംസ്കൃതത്തിൽ നമ്മൾ ബുദ്ധി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ കോൺഷ്യസ് ആണ്, നമ്മുടെ ബോധമണ്ഡലത്തെക്കുറിച്ചാണ് പറയുന്നത്. But it speaks to me very, very quietly. അത് നമ്മോട് സംസാരിക്കുന്നുണ്ട്, പക്ഷെ വളരെ വളരെ പതിയെ. And so through the day, while the mind is rushing from here to there, I don't listen to it. മനസ്സ് കുതിരയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ദിവസം ഓടുമ്പോൾ ഈ കോൺഷ്യസിൻ്റെ ശബ്ദം ഞാൻ കേൾക്കുന്നില്ല. And so I get caught up with my feelings and my emotions. അതുകൊണ്ട് ഞാൻ വികാര വിക്ഷുബ്ധതയിൽ ചാഞ്ചാടി കളിക്കുകയാണ്. There can be pure feelings, pure emotions, but yet the state that we're in today and the influence of Kali Yuga is that there is no stability, and so my feelings and emotions are constantly in chaos. എൻ്റെ ഭാവങ്ങളും ഭാവനകളും ചിലപ്പോൾ ശുദ്ധമായേക്കാം, പക്ഷേ ഇന്ന് ഈ കലിയുഗത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ നമ്മളിരിക്കുമ്പോൾ അത് അങ്ങേയറ്റം ചാഞ്ചല്യമുള്ളതാണ്, വളരെയധികം പ്രശ്നകലുഷിതമാണ്. And maybe when at night activity stops and my mind is a little bit quieter, then my conscience starts speaking to me. പലപ്പോഴും രാത്രി സമയങ്ങളിൽ കാര്യപരിപാടികളെല്ലാം അവസാനിപ്പിച്ച് ഉറങ്ങാൻ പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ മനസ്സ് അതിൻ്റെ പ്രയാണം പതുക്കെ മന്ദഗതിയിലാക്കുന്നതും നമുക്ക് നമ്മുടെ ഉള്ളിനെ തന്നെ കൂടുതൽ അറിയാൻ കഴിയുന്നതും. But by then maybe I've already said things, I've already done things that actually are hurting my conscience. പക്ഷെ ആ സമയമാകുമ്പോഴേക്കും മുഴുവൻ ദിവസത്തിൽ ഞാൻ പലതും പറഞ്ഞു, പലതും ചെയ്തു. ആ പറഞ്ഞതും ചെയ്തതും എൻ്റെ മനസ്സാക്ഷിയെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുന്നുണ്ട്. And when my conscience speaks to me, it's speaking because the original qualities, the values of the human spirit are of truth and goodness. ആ മനസ്സാക്ഷി എന്തിനാണ് നമ്മളോട് സംസാരിക്കുന്നത്? കാരണം ഓരോ മനുഷ്യ ആത്മാവിൻ്റെ ഉള്ളിൽ യഥാർത്ഥത്തിലുള്ളത് ശാന്തിയും സുഖവും നന്മകളും തന്നെയാണ്. The original state of every human soul is that of peace, of purity, of love, of truth, of joy. പവിത്രത, സന്തോഷം, സ്നേഹം, സുഖം, ഇതെല്ലാമാണ് ഒരു മനുഷ്യാത്മാവിൻ്റെ ഉള്ളിൽ യഥാർത്ഥത്തിലുള്ള ഗുണങ്ങൾ. And so the conscience is connected with my innermost being. അതുകൊണ്ട് ഈ മനസ്സാക്ഷി, ഈ ബോധമണ്ഡലം നമ്മുടെ ഏറ്റവും ഉള്ളിലുള്ള ഞാനുമായി കണക്റ്റ് ആയിരിക്കുന്നു. But the mind is being influenced by the world out there, and so it's pulling me to the external. പക്ഷേ മനസ്സ് പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ പുറം ലോകത്തുള്ള രസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതിനാൽ അത് നമ്മളെ പുറത്തേക്ക് വലിച്ചു കൊണ്ടിരിക്കുന്നു. And the less I listen to the quiet voice of conscience, the more I'm pulled away from my own inner core values. അതുകൊണ്ട് എൻ്റെ ഉള്ളിലിരുന്ന് എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ബോധത്തെ, ഈ മനസ്സാക്ഷിയെ ഞാൻ എത്ര കുറവ് ശ്രദ്ധിക്കുന്നു, അത്രയും ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ, എന്നിൽ നിന്ന് തന്നെ ഞാൻ ദൂരെ ആയിക്കൊണ്ടിരിക്കുന്നു. And the external world is materialistic, it's driven by consumerism. പുറം ലോകമാണെങ്കിലോ അത് ഭൗതികമാണ്, അത് കൺസ്യൂമറിസം, അങ്ങനെ പല പല കാര്യങ്ങളിൽ നമ്മളെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൗതിക വസ്തുക്കൾ നമ്മളെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. But I get pulled more and more outside, and I forget about the peace, the truth, the love that lies inside. എത്രത്തോളം ഞാൻ ഈ പുറം ലോകത്തിൻ്റെ പ്രഭാവത്തിൽ ജീവിക്കുന്നു, എൻ്റെ തന്നെ ഗുണങ്ങളായ സുഖം, ശാന്തി, ആനന്ദം, പവിത്രത, ഇതൊന്നും തന്നെ അനുഭവിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തും. And so meditation is vital, not just as a luxury when I have time,
but as a method of thriving and even surviving in the world today. അപ്പോൾ ധ്യാനം കേവലം ഒരു എന്തെങ്കിലും പഠിക്കാം എന്ന് കരുതേണ്ട കേവലം ഒരു സ്കില്ലല്ല. ഓരോ ദിവസവും ജീവിക്കാൻ നമുക്ക് ആവശ്യമുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. Otherwise I can acquire property, I can acquire all sorts of things out there, even fame and status, but there's an emptiness inside. ഇല്ലെങ്കിൽ പുറം ലോകത്തെ ഭൗതിക വസ്തുക്കളുടെ പിന്നാലെ നമുക്ക് ഓടാം, പലതും നേടിയെടുക്കാം, പക്ഷേ ഉള്ളിൽ ഒരു ശൂന്യത അവശേഷിക്കും. And maybe the world sees me as very powerful, as very successful, but inside the soul feels empty. ലോകത്തിൻ്റെ കണ്ണിൽ ഞാൻ വിജയശ്രീ ലാളിതനായിരിക്കാം, എല്ലാം തികഞ്ഞ ഒരു വ്യക്തിയായിരിക്കാം, പക്ഷേ ഉള്ളിൽ അപ്പോഴും കാലിയായ അവസ്ഥ അനുഭവിക്കേണ്ടി വരും. And so the soul goes through the fluctuation of superiority and inferiority. There are some I feel, well, I'm better, and there are others I feel, well, I'm not as good as them. അപ്പോൾ ദ്വന്ദ്ങ്ങളുടെ ഇടയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കേണ്ടി വരും. ചില ദിവസം നമുക്ക് തോന്നും എല്ലാം നന്നായി നടക്കുന്നു, ചില ദിവസം തോന്നും ഒന്നും ശരിയായി നടക്കുന്നില്ല. And the more I move away from my core values in what I say and do, then I lose value for myself. ഇപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള മൂല്യങ്ങളിൽ നിന്ന് നമ്മൾ ദൂരെയായിരിക്കുന്നുവോ, അപ്പോൾ ആ മൂല്യങ്ങളെ അനുഭവിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് നമ്മളെത്തും. And I lose trust in myself. അപ്പോഴാണ് എനിക്ക് എന്നോട് തന്നെ വിശ്വാസമില്ലാതെയാവുന്നത്. My self-esteem goes down. എൻ്റെ സ്വാഭിമാനം താഴേക്ക് പോയിക്കൊണ്ടിരിക്കും. Unity inside means that my core values, my conscience and my behavior are all aligned. എൻ്റെ ഉള്ളിലെ ഐക്യം എന്ന് പറഞ്ഞാൽ ഇതാണ്, എൻ്റെ ഉള്ളിലെ പ്രധാനപ്പെട്ട മൂല്യങ്ങളും എൻ്റെ ബോധവും മനസ്സും എല്ലാം ഒരേ വരിയിൽ സഞ്ചരിക്കുന്നു. And when they are not aligned, then there's a battle going on inside. എന്നാൽ അത് ഏകീകരിക്കപ്പെട്ടല്ല സഞ്ചരിക്കുന്നതെങ്കിൽ ഉള്ളിൽ പ്രശ്നങ്ങളുണ്ട്. And so meditation, when I connect with myself and I understand what's going on in my own inner world, I realize I need help. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഞാനുമായി തന്നെ കണക്ട് ചെയ്ത് എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലാവും, എനിക്ക് സഹായം ആവശ്യമുണ്ട്. And help is available for everyone because there's one source, one supreme who's able to give us clarity, wisdom, truth. അത് നമുക്കെല്ലാവർക്കും ലഭ്യമാണ് ആ സഹായം. കാരണം നമുക്കെല്ലാവർക്കും ആ സഹായം നൽകാൻ കെൽപ്പുള്ള ഒരാളുണ്ട്. ശാന്തിയും പവിത്രതയും വിവേകവും നമുക്ക് നൽകാൻ കഴിയുന്ന ഒരാൾ. And so meditation means making my thoughts a little bit quieter, a little bit slower. അപ്പോൾ ധ്യാനം എന്നാൽ തൻ്റെ തന്നെ ചിന്തകളെ ഒരല്പം പതുക്കെയാക്കുക, ഒരല്പം മെല്ലെയാക്കുക. Letting my thoughts connect with the Supreme, the Divine. അങ്ങനെ ചിന്തകളെ പരമാത്മാവുമായി ബന്ധിപ്പിക്കുക. The being of light who is infinitesimal. ആ പ്രകാശത്തിൻ്റെ സ്രോതസ്സ് അതിസൂക്ഷ്മമാണ്. We thought that God was all powerful, so God is big. നമ്മൾ ഈശ്വരൻ സർവശക്തിവാനാണെന്ന് പറയുമ്പോൾ വലിയൊരു രൂപം ചിലപ്പോൾ മനസ്സിൽ വന്നേക്കാം. But infinity is large without end, but equally infinity is absolutely infinitesimal, no length, no width, no breadth, no height, but it exists. അനന്തത എന്ന് പറഞ്ഞാൽ വളരെയധികം ആഴവും പരപ്പുമുള്ളതാകാം. എന്നാൽ അതോടൊപ്പം തന്നെ അനന്തത എന്ന് പറഞ്ഞാൽ
സൂക്ഷ്മാതിസൂക്ഷ്മവുമായിരിക്കും. So the mind comes to a state of stillness, knowing that I am a soul, a point of light in the center of the forehead, and the divine being is also an infinitesimal point of light. അപ്പോൾ മനസ്സ് ശാന്തമാവണമെങ്കിൽ ആദ്യം ഈ ശരീരത്തിനകത്തിരിക്കുന്ന ഞാൻ ആത്മാവ് ഭ്രൂമധ്യത്തിൽ സൂക്ഷ്മാതിസൂക്ഷ്മമായ ബിന്ദുവിനെ പോലെ ഇരിക്കുന്നു. അതോടൊപ്പം പരമാത്മാവും സൂക്ഷ്മാതിസൂക്ഷ്മമായ ഒരു പ്രകാശബിന്ദു. And in that connection of soul and the divine, which is Raj Yoga, yoga with the highest, with the supreme, I'm able to draw all the qualities of the divine within myself. അപ്പോൾ ഈ കണക്ഷൻ, ഈ ബന്ധമാണ് രാജയോഗം, യോഗങ്ങളിൽ വച്ച് ഉയർന്നത്. ആ കണക്ഷനിൽ ഇരിക്കുമ്പോഴാണ് പരമാത്മാവിലുള്ള ശക്തികളെല്ലാം ആത്മാവിന് നേടാൻ കഴിയുന്നത്. And the qualities that I'd forgotten about again emerge. ഞാൻ തന്നെ മറന്നുപോയ എൻ്റെ ഉള്ളിലുള്ള ഗുണങ്ങൾ പതുക്കെ പതുക്കെ ഉണർന്നെഴുന്നേൽക്കാൻ തുടങ്ങും. And the more I can stay in this connection, the more power, spiritual power, I draw within myself. എത്ര കൂടുതൽ സമയം ഈ പരമാത്മ ബന്ധം സ്ഥാപിച്ച് ആത്മാവിനിരിക്കാൻ കഴിയുന്നു, അത്രയും കൂടുതൽ ആത്മീയ ശക്തികൾ എന്നിലേക്ക് പ്രവഹിക്കും. And the smoother the transition from a state of chaos and disharmony inside, and I come to a state of stability, calm and purity. അങ്ങനെ ഉള്ളിൽ ശബ്ദകോലാഹലങ്ങളുടെയും അനൈക്യത്തിൻ്റെയുമായ ഒരവസ്ഥയിൽ നിന്ന് പതുക്കെ പതുക്കെ ശാന്തമായ സ്ഥിരമായ ഒരവസ്ഥയിലേക്ക് ആത്മാവെത്തും. And it is this unity within that allows me to be stable and see everyone else with that same vision. ഈ ഐക്യം എൻ്റെ ഉള്ളിലുണ്ടാകുമ്പോഴാണ് എനിക്ക് ചുറ്റുമുള്ള എല്ലാവരെയും അതേ ദൃഷ്ടിയിൽ കാണാൻ കഴിയുന്നത്. Whatever are the differences of personality, whatever are the differences of opinions and ideas, I see that shining light in each one. ഓരോരുത്തരും എത്ര തന്നെ വ്യത്യസ്തരായിക്കോട്ടെ, എന്തൊക്കെ ആശയങ്ങളിലുള്ള വ്യത്യാസം, മറ്റ് പല കാര്യങ്ങളിലുമുള്ള വ്യത്യാസമുണ്ടായിക്കോട്ടെ, ഞാൻ അവരിൽ കാണുന്നത് അതേ സ്ഥിരമായ പ്രകാശത്തെയാണ്, ചൈതന്യത്തെയാണ്. And so whether it's in a little family of 3 or 4 or an extended family of 10 and 12 and more, I see each one with that vision of love and respect. 2, 3, 4 പേരുടെ ചെറിയ കുടുംബമായിക്കോട്ടെ, അല്ലെങ്കിൽ 10, 12, 15 പേരുടെ വലിയ കുടുംബമായിക്കോട്ടെ, ഓരോരുത്തരെയും ഞാൻ ആ ദൃഷ്ടിയിൽ കാണാൻ തുടങ്ങുകയാണ്. It's Kali Yuga, which means there's darkness. ഇത് കലിയുഗമാണ്, എന്ന് വെച്ചാൽ കലി, അന്ധകാരം ഇവിടെ ഉണ്ട്. When it's dark for everyone. ഇനി ഇരുട്ടാണെങ്കിൽ എല്ലാവർക്കും ഇരുട്ട് തന്നെയാണ്. And the danger of losing your way and falling is very real. ഇരുട്ടിൽ നടക്കുമ്പോൾ വഴി തെറ്റി വീഴാനുള്ള സാധ്യത എല്ലാവർക്കുമുണ്ട്. And so the darkness of ignorance and the darkness of the spiritual poverty has impacted everyone. യഥാർത്ഥ ജ്ഞാനം, ആത്മാവാണെന്നുള്ള ജ്ഞാനത്തിൻ്റെ അഭാവവും ആധ്യാത്മികമായ ശക്തിയില്ലായ്മയും എല്ലാവരെയും ബാധിച്ചിട്ടുണ്ട്. But instead of cursing the darkness or fighting the darkness, can I just light the little candle? ഈ അന്ധകാരത്തെ പഴിക്കുന്നതിന് പകരം, ഈ അന്ധകാരവുമായി മല്ലിടുന്നതിന് പകരം എനിക്ക് എൻ്റെ ഉള്ളിലെ ഈ ഒരു ചെറിയ വിളക്കിനെ തെളിച്ചുകൂടെ? You don't have to take a broom and try and sweep out the darkness. അന്ധകാരത്തെ ഒരു ചൂലെടുത്ത് അടിച്ച് ഒഴിവാക്കാൻ സാധ്യമല്ല. You just need to light a little lamp. ചെറിയൊരു പ്രകാശനാളം തെളിയിച്ചാൽ മാത്രം മതി. And so in the consciousness of who I am, not in terms of the external, but in terms of the inner being, when I come to that awareness, that little candle begins to shine again. ഞാൻ ആരാണ് എന്നുള്ള ശരിയായ ബോധത്തിലെത്തുമ്പോൾ എനിക്ക് എന്തൊക്കെയുണ്ട്, സമൂഹത്തിൽ ഞാൻ ആരാണെന്നതല്ല,
ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ആരാണ് എന്നതിലേക്ക് എത്തുമ്പോൾ ആ വിളക്ക് തെളിയാൻ തുടങ്ങും. And part of the darkness is that we always see things from a negative perspective. നമ്മൾ ഈ അന്ധകാരത്തിന് മാറ്റുകൂട്ടുന്നത് എന്തെന്നാൽ നമ്മൾ എല്ലാം ഒരു നിഷേധാത്മകമായ ദൃഷ്ടിയിലൂടെയാണ് കാണുന്നത്. We see people from a critical perspective. നമ്മൾ വിമർശനാത്മകമായ ബുദ്ധിയോടെ മനുഷ്യരെ നോക്കിക്കാണുന്നു. You go to a party and there's 12 wonderful dishes, but just one of them may be too much salt or no salt, and what will you talk about? വളരെയധികം സ്വാദിഷ്ടമായ വിഭവങ്ങളുള്ള സദ്യ കഴിച്ചു. അതിൽ ഒരു വിഭവം ഒന്നുകിൽ ഉപ്പ് കൂടിപ്പോയി അല്ലെങ്കിൽ ഉപ്പില്ലാതെയായി. നമ്മൾ സംസാരിക്കുന്നത്, നമ്മുടെ സംസാര വിഷയം എന്തായിരിക്കും? The talking point won't be the 9 excellent dishes, it will be the one that wasn't quite right. ബാക്കി കഴിച്ച മനോഹരമായ സ്വാദിഷ്ടമായ വിഭവങ്ങളെക്കുറിച്ചായിരിക്കില്ല നമ്മൾ സംസാരിക്കുക, ആ ഉപ്പില്ലാത്ത ഒരു വിഭവത്തെക്കുറിച്ചായിരിക്കും. In my family, there's a person who has wonderful qualities, but they have one particular weakness. അതേപോലെ തന്നെ എൻ്റെ കുടുംബത്തിലൊരു വ്യക്തിയുണ്ട്, ഒരുപാട് നല്ല ഗുണഗണങ്ങളുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് ഒരു ദുർബലതയുണ്ട്. And instead of seeing the goodness, I see the negative. സാധാരണയായി അദ്ദേഹത്തിലെ നന്മകൾ കാണുന്നതിന് പകരം ഞാൻ അദ്ദേഹത്തിലെ ആ ദുർബലതയാണ് കാണുന്നത്. Try an experiment. When you're thinking about somebody's specialities, what does your face look like? ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരാളുടെ ഗുണങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് എന്താണ്? And now you start thinking about that same person, but you start looking at their weaknesses. What happens to your mind? What happens to your face? What happens to your vibrations? എന്നാൽ അയാളുടെ ഗുണങ്ങളെ നോക്കുന്നതിന് പകരം അയാളുടെ അവഗുണങ്ങളെയാണ് ഓർമ്മിക്കുന്നതെങ്കിൽ നമ്മുടെ മുഖഭാവം, നമ്മുടെ ചിന്തകൾ എന്തായി മാറും? So my own thoughts create my happiness and my own thoughts take away my happiness. എൻ്റെ സ്വന്തം ചിന്തകളാണ് എന്നെ സന്തോഷത്തിലേക്ക് കൊണ്ടുവരുന്നതും സന്തോഷത്തെ ഇല്ലാതെയാക്കുന്നതും. And so meditation means not just when I sit down for 5 minutes, 10 minutes, half an hour, but can I keep that awareness of the goodness of everyone through the day? അപ്പോൾ മെഡിറ്റേഷൻ ഇരിക്കുക എന്ന് പറഞ്ഞാൽ കേവലം ഏകാഗ്രതയോടെ 10 മിനിറ്റ് അരമണിക്കൂർ ഇരിക്കുക എന്നത് മാത്രമല്ല, വ്യക്തികളിലുള്ള ഗുണങ്ങൾ മുഴുവൻ ദിവസവും ആ ഗുണങ്ങളുടെ ബോധത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടോ? In the physical world they say that opposites attract. ഭൗതിക ലോകത്തിൽ ഇങ്ങനെയും പറയും, വിരുദ്ധ ശക്തികൾ തമ്മിലാണ് ആകർഷിക്കുന്നത്. But in the spiritual domain, same attracts the same. എന്നാൽ ആധ്യാത്മിക ലോകത്തിൽ അങ്ങനെയല്ല. എന്താണോ നമ്മളുടെ ഉള്ളിലുള്ളത് ആ നന്മയാണ് ആകർഷിക്കുന്നത്. And when I have negative thoughts, I'm pulling myself down. When I have pure thoughts, elevated thoughts, my frequency is now able to connect with the divine. നമ്മൾ മോശമായത് ചിന്തിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു, എന്നാൽ ചിന്തകളെ ഉയർത്തുമ്പോൾ ഈശ്വരനുമായി കണക്ട് ചെയ്യാൻ സാധിക്കുന്നു. So meditation is not just 10 minutes, but meditation is keeping my thoughts on a higher level, seeing goodness, dealing with goodness, allowing that to shine through and seeing the same in others so that I stay connected with the Supreme. അപ്പോൾ മെഡിറ്റേഷൻ എന്നാൽ അല്പസമയം ഇരിക്കുന്ന ആ പ്രക്രിയയല്ല, മുഴുവൻ ദിവസവും എനിക്ക് എന്നെ തന്നെ ഉയർന്ന ബോധത്തിൽ ഇരുത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ നന്മയെ കണ്ടുകൊണ്ട് ഈശ്വരനുമായി കണക്റ്റ് ആയിക്കൊണ്ട് എത്ര സമയം ഇരിക്കാൻ സാധിക്കുന്നു. And so through unity inside myself, I develop my own self-esteem and value for myself. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഈ ഐക്യം എത്രത്തോളം ഉണ്ടോ അത്രത്തോളമേ എനിക്ക് എൻ്റെ ഉള്ളിലെ സ്വാഭിമാനത്തെയും ഉയർത്താൻ കഴിയൂ. I'm able to develop my own inner dignity that's not dependent on anything outside. അങ്ങനെ എൻ്റെ ഉള്ളിൽ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന ആധ്യാത്മികമായ ഡിഗ്നിറ്റി അത് വന്നു കഴിഞ്ഞാൽ പിന്നെ പുറമേ ഉള്ള ഒന്നിനും നമ്മളെ ഇളക്കാൻ സാധിക്കില്ല. And in a very natural way,
Because I respect myself, I'm able to give respect to others. അങ്ങനെ വളരെ സ്വാഭാവികതയോടെ എനിക്ക് എന്നെ തന്നെ ബഹുമാനിക്കാനും ആ ബഹുമാനം പുറത്തുള്ളവർക്ക് കൊടുക്കാനും കഴിയും. I don't need to ask for respect. I don't need to demand respect, but it's going to come. അപ്പോൾ പിന്നെ ബഹുമാനം ആവശ്യപ്പെടുന്ന യാചിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവില്ല. കാരണം അത് സ്വാഭാവികമായി പുറത്തുനിന്ന് നമ്മളിലേക്ക് വരും. I'm able to trust others because I respect them and I see goodness in them. മറ്റുള്ളവരുടെ നന്മകൾ കാണുമ്പോൾ എനിക്ക് അവരോട് ബഹുമാനം തോന്നുന്നു. മനുഷ്യരെ വിശ്വസിക്കാനുള്ള എൻ്റെ ബുദ്ധിമുട്ട് അതോടുകൂടി ഇല്ലാതാകുന്നു. And so just experimenting first within my own family, and then my work colleagues, and then whoever it is I meet. ഈ പരീക്ഷണം നമുക്ക് ആദ്യം നമ്മുടെ കുടുംബത്തിൽ നടത്താം, പിന്നെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ളവരുമായി നടത്താം, അങ്ങനെ മുഴുവൻ സമൂഹത്തിലും നമുക്ക് ഈ പരീക്ഷണം നടത്താം. If we want to change the world, where do we begin? മുഴുവൻ ലോകത്തിനെയും മാറ്റണമെങ്കിൽ എവിടെ തുടങ്ങണം? When I change, my little world changes, but it has an impact on the bigger world also. ഞാൻ മാറിയാൽ എൻ്റെ ചെറിയ ലോകം ആദ്യം മാറും, പക്ഷെ ആ ചെറിയ ലോകം പുറമേയുള്ള വലിയ ലോകത്തിൽ പ്രഭാവം ചെലുത്തും. Who has tried trying to change someone else? മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിച്ച് വിജയിച്ചിട്ടുള്ളവരാരാണ്? You've never tried changing your brother or your sister or your husband or your wife? നിങ്ങൾ ആരെങ്കിലും ശ്രമിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ സഹോദരനെയോ സഹോദരിയെയോ ഭാര്യയോ ഭർത്താവിനെയോ മാറ്റിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? You've never tried? നിങ്ങൾ ആരും ശ്രമിച്ചിട്ടേ ഇല്ലേ? You're too shy to tell me. അതോ നിങ്ങൾക്കത് പറയാൻ നാണക്കേടുണ്ടോ? I'm sure at some time you must have had the thought, if only she would change, everything would be fine. പലപ്പോഴായി ഈ ചിന്തകൾ വന്നിട്ടുണ്ടാകാം. ഈ ഒരൊറ്റ വ്യക്തി മാറിയാൽ എൻ്റെ പ്രശ്നങ്ങളെല്ലാം തീരും. And if you ever tried changing anyone, I have another question. Who has been successful? ഇനി നിങ്ങളങ്ങനെ ആരെങ്കിലും മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ചോദ്യമുണ്ട്. ആ ശ്രമത്തിൽ വിജയിച്ച ആരെങ്കിലും ഇവിടെ ഉണ്ടോ? Have you ever been successful in changing anyone else? ഏതെങ്കിലും ഒരു വ്യക്തിയെ മാറ്റാൻ ശ്രമിച്ച് വിജയിച്ചിട്ടുള്ളവർ ഉണ്ടോ? Well, I'm not surprised no one is raising their hands. ആരും കൈ ഉയർത്താത്തതിൽ എനിക്ക് അത്ഭുതമില്ല. Because it's not possible. കാരണം അത് സാധ്യമല്ല. And so I have to start with myself and change myself. അതുകൊണ്ട് ഞാൻ എന്നിൽ തന്നെ ആ ശ്രമം ആരംഭിക്കണം, എന്നെ മാറ്റാൻ ആരംഭിക്കണം. And if I can change myself, there's magic that happens. They see me changing and they change also. ഇനി ഞാൻ എന്നെ തന്നെ മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് ഇന്ദ്രജാലം നടക്കുന്നത്. ഞാൻ മാറുന്നത് കാണുമ്പോൾ അവർ മാറാൻ തുടങ്ങും. In fact, it's not magic, it's very logical. അതൊരു ഇന്ദ്രജാലമല്ല യഥാർത്ഥത്തിൽ, ഇത് വളരെ ലോജിക്കായ ഒരു കാര്യമാണ്. If I change, the influence on you is such that whatever was the karmic account between us, that begins to settle down, and it might not be instant, it might take a little time, but of course you will also change. രണ്ട് വ്യക്തികൾ തമ്മിൽ പ്രശ്നമുണ്ടാകുന്നത് ജന്മജന്മങ്ങളായുള്ള ചില കർമ്മബന്ധനങ്ങളുടെ കാരണത്താലായിരിക്കാം. പക്ഷേ നമുക്ക് കാണാൻ കഴിയും, ഞാൻ മാറാൻ തുടങ്ങുകയാണെങ്കിൽ ആ കർമ്മത്തിൻ്റെ കണക്കുകൾ സെറ്റിലാവാൻ തുടങ്ങും. ഇത് ഒറ്റ ദിവസം കൊണ്ട് സാധിക്കണമെന്നില്ല, കുറച്ച് സമയമെടുത്തേക്കാം, പക്ഷേ അത് നടക്കും. And so with little experiments in this way, you'll discover for yourself that yes, truly the power of that connection with the divine that brings me enhanced qualities within myself brings about transformation. ഇങ്ങനെ ഈ ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ ജോലി സ്ഥലത്ത് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, നമ്മുടെ ഉള്ളിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ ഗുണനിലവാരം വർദ്ധിക്കുന്നുണ്ട്.
And where there was chaos, we create unity and we start trusting each other. എവിടെയൊക്കെ ബഹളങ്ങൾ കോലാഹലങ്ങൾ നടക്കുന്നു അവിടെയെല്ലാം നമ്മുടെ ഉള്ളിലുള്ള ഈ ഐക്യവും വിശ്വാസത്തിൻ്റെ ഗുണവും കൊണ്ട് നമുക്കവിടെ ശാന്തത ഉണ്ടാക്കാൻ കഴിയും. My negative thoughts about me, my negative thoughts about you break trust. എന്നെക്കുറിച്ചുള്ള നെഗറ്റീവായ ചിന്തകൾ, നിങ്ങളെക്കുറിച്ചുള്ള നെഗറ്റീവായ ചിന്തകൾ, അതാണ് വിശ്വാസക്കേടുണ്ടാക്കുന്നത്. And harmony and unity inside, trusting myself, and it's much easier to trust you. ഏറ്റവും ഉള്ളിൽ തന്നെ ഐക്യവും സൗഹാർദ്ദവും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ വിശ്വസിക്കാൻ എനിക്ക് കൂടുതൽ എളുപ്പമായിരിക്കും. But we hold the thought they're never going to change. പക്ഷേ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ഇവർ മാറാൻ പോകുന്നില്ല. And that thought becomes a major obstacle that we can't remove. നമുക്ക് മാറ്റാൻ കഴിയാത്ത തടസ്സമായി മാറുന്നത് അത്തരം ചിന്തകളാണ്. At that time I have to remember, let me do what I need to do for myself and let me leave other things in God's hands. അങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഇതാണ്, ഞാൻ എൻ്റെ മേലെയുള്ള എൻ്റെ ജോലി തുടങ്ങട്ടെ, മറ്റെല്ലാ കാര്യങ്ങളും ഞാൻ ഭഗവാന്റെ കയ്യിൽ അർപ്പിക്കുകയാണ്. There's an expression that's attributed to Mahatma Gandhi, and he said, let me be the change I would like to see happen in the world. ഗാന്ധിജിയുടെ പേരിൽ ആരോപിതമായിട്ടുള്ള ഈ വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ലോകത്തിൽ എന്ത് മാറ്റം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവോ ആ മാറ്റം ഞാനായി തീരണം. We asked people in 128 countries in a program that we did across the world, and the question was, how do you see a better world? വലിയൊരു പ്രൊജക്റ്റ് ബ്രഹ്മകുമാരീസ് നടത്തിയത്, പ്രൊജക്റ്റ് ഫോർ എ ബെറ്റർ വേൾഡ്. അപ്പോൾ അതിൽ 128 രാജ്യങ്ങളിൽ ഈ ചോദ്യം ചോദിച്ചു, ഒരു മനോഹരമായ ഒരു നല്ല ലോകമുണ്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? And that question had 3 parts to it. ആ ചോദ്യത്തിന് 3 ഭാഗങ്ങളുണ്ടായിരുന്നു. How do you see your better world? How do you see relationships in that better world? And how do you see yourself in that better world? ആ ലോകം എങ്ങനെയായിരിക്കും, ആ ലോകത്തിൽ വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങൾ എങ്ങനെയായിരിക്കും, ആ ലോകത്തിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും? And that project reached all the countries in the world that had a population of over 1 million. 1 ദശലക്ഷത്തിൽ കൂടുതൽ ജനസംഖ്യയുള്ള എല്ലാ രാജ്യങ്ങളിലും ആ പ്രൊജക്റ്റ് എത്തിച്ചേർന്നു. And the project ran for 2 years, and it took us about 6 months with a group of 40 people working on it to get the results. 40 പേരുണ്ടായിരുന്നു ആ പ്രൊജക്റ്റിൽ. അത് 2 വർഷം സമയം എടുത്തു. And the results can be summed up in one word. ആ പ്രൊജക്റ്റിൻ്റെ റിസൾട്ട് ഒരൊറ്റ വാക്കിൽ പറയാം. A better world is a world of values. Better relationships are values. Better self is values. ആ വാക്ക് മൂല്യങ്ങൾ എന്നത് തന്നെയായിരുന്നു. പുതിയ ലോകത്തിൽ മൂല്യങ്ങളുള്ള ലോകമാണ്. വ്യക്തികളുടെ ഇടയിൽ ബന്ധങ്ങളിൽ മൂല്യമുണ്ട്, വ്യക്തിയുടെ ഉള്ളിലും മൂല്യങ്ങളുണ്ട്. And values are universal. ആ മൂല്യങ്ങൾ ലോകത്തെല്ലായിടത്തും ഉള്ളതാണ്. Yes, sometimes we talk about values of a particular profession, or we talk about values of a nation or values of a tradition, but in fact the basic values are the values of the soul, which are the same. നമ്മളൊരു സ്ഥാപനത്തിൻ്റെ മൂല്യങ്ങളെക്കുറിച്ച് പറയാറുണ്ട്, ചില പ്രസ്ഥാനങ്ങളുടെ മൂല്യങ്ങളെക്കുറിച്ച് പറയാറുണ്ട്, പക്ഷേ അടിസ്ഥാന മൂല്യങ്ങൾ സാർവലൗകികമാണ്. And so values lie in the soul, and the soul doesn't have color or gender or age. ഈ മൂല്യങ്ങൾ ആത്മാവിലാണുള്ളത്. അതുകൊണ്ട് അതിന് രൂപമില്ല, അതിന് നിറഭേദമില്ല, അതിന് സ്ത്രീ പുരുഷ ജാതി മത ഭേദമില്ല. And so of course the values we share are universal. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ളത് സാർവലൗകികമായ ഗുണങ്ങളാണ്.
But the only way to bring them into our lives is to go on the inner journey. പക്ഷേ ആ മൂല്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഈ ആന്തരികമായ യാത്ര ചെയ്തേ മതിയാകൂ. And today we are talking about unity and trust. But in fact, look at all the different problems of the world and you'll see that the answers lie inside, coming back to my own values. നമ്മൾ ഇന്ന് ഐക്യത്തിനെക്കുറിച്ചും വിശ്വാസത്തിനെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. പക്ഷേ ലോകത്തിലുള്ള ഓരോ പ്രശ്നങ്ങളുടെയും വേരെവിടെയാണെന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് നമ്മുടെ മൂല്യങ്ങളിലേക്ക് മടങ്ങി വന്നേ മതിയാകൂ. But yes, today we are seeing in a very visible way the divisions of the world. പക്ഷേ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എങ്ങനെയാണ് പല പല രീതിയിൽ ലോകം വിഭജിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. And what we are seeing, basically we are seeing a state of uncertainty, a state of collapse in many different ways. പല രീതിയിലുള്ള ഒരു എന്താണ് സംഭവിക്കുക എന്നറിയാത്ത അവസ്ഥ, പലതും തകർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ, ഇതാണ് നമ്മൾ നമ്മുടെ ചുറ്റും കാണുന്നത്. But I want to give you a message of hope. പക്ഷേ പ്രതീക്ഷയുടെ സന്ദേശം നമ്മുടെ ഉള്ളിലുണ്ട്. The dark night doesn't last forever. പ്രതീക്ഷയുടെ സന്ദേശം ഇതാണ്: അന്ധകാരം നിറഞ്ഞ രാത്രിയും ഒരിക്കലും എന്നേക്കുമായി നിലനിൽക്കുന്നില്ല. After the night, the day has to come. രാത്രിക്ക് ശേഷം പകലുണ്ടായേ മതിയാകൂ. So in fact, it's not just a hope, but it's a sense of certainty that what lies ahead is a better world. ഇത് കേവലം ഒരു പ്രതീക്ഷ മാത്രമല്ല, ഇത് ഉറപ്പാണ്, ഇത് നിശ്ചയമായി നടക്കാനിരിക്കുന്നതാണ്. ഈ അന്ധകാരത്തിൻ്റെ ലോകത്തിന് ശേഷം സുവർണമായ ഒരു കാലഘട്ടം വരാനിരിക്കുന്നു. How far away is Satyug? കലിയുഗത്തിന് ശേഷം വരാനിരിക്കുന്ന സത്യയുഗം എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് വരിക എന്നാണ് നിങ്ങൾ കരുതുന്നത്? How far away is a better world? ഒരു മനോഹരമായ ലോകം എത്ര ദൂരെയാണ്? Our founder Brahma Baba told us it depends on you. ഞങ്ങളുടെ സ്ഥാപക പിതാവായ ബ്രഹ്മബാബ പറയുമായിരുന്നു, അത് നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. If we choose to bring about change and emerge the qualities of the golden age of Satyug, what do you think will happen? നമ്മൾ ഇന്ന് തീരുമാനിക്കുകയാണ്, ഞാൻ എൻ്റെ ഉള്ളിൽ മാറ്റങ്ങൾ കൊണ്ടുവരും, വരാനിരിക്കുന്ന സത്യയുഗത്തിലെ ഗുണങ്ങൾ ഞാൻ ഇന്ന് തന്നെ എൻ്റെ ഉള്ളിൽ സ്വാംശീകരിക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? Just as negative habits can become fashionable, and you know the list of all of those things, and they spread very quickly across the world, in the same way I believe that good habits can also be contagious and they can spread across the world. എങ്ങനെയാണോ നിഷേധാത്മകമായ അവഗുണങ്ങൾ ഒരു ഫാഷൻ പോലെയായി തീർന്നിരിക്കുന്നത്, അതില്ലാതെ ജീവിക്കാൻ പറ്റാതായി തീർന്നിരിക്കുന്നത്, പെട്ടെന്ന് അത് പടർന്നു പിടിക്കുന്നു, അതേപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് നല്ല ഗുണങ്ങളും വേണമെങ്കിൽ പകർച്ചവ്യാധി പോലെ പകർന്നു പിടിക്കാം. There comes a moment in each one's life when one thinks, do I want to carry on like this or do I want to bring about change? നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഒരു നിമിഷം തീർച്ചയായും വരും. നമ്മൾ ചിന്തിക്കും, എനിക്കിപ്പോൾ പോകുന്നത് പോലെ തന്നെ മുന്നോട്ട് പോയാൽ മതിയോ, അതോ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണോ? But when things become intolerable, then you say, well, I don't have any choice anymore, I have to change. എന്നാൽ അത് കാലം വഷളാവുന്നത് വരെ കാത്തിരുന്നതിന് ശേഷം ഇനി ഒരു നിവൃത്തിയുമില്ല, മാറിയേ മതിയാകൂ. അങ്ങനെയാണോ? And I believe this is that moment right now that many individuals are thinking, we have to make a difference, we have to change. ഈ ഒരു കാലഘട്ടം എനിക്ക് തോന്നുന്നത് ആ ഒരു ചോദ്യം എത്രയോ അധികം വ്യക്തികളുടെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എനിക്കൊരു മാറ്റം ഉണ്ടാക്കിയേ മതിയാവൂ എൻ്റെ ഉള്ളിൽ. The Brahma Kumaris are celebrating their golden jubilee here in Kerala. പാലക്കാട് പ്രത്യേകിച്ച് നമ്മൾ 50 വർഷങ്ങളുടെ ഗോൾഡൻ ജൂബിലി ബ്രഹ്മകുമാരീസ് ആഘോഷിക്കുകയാണ്. We've been here for 50 years now. ബ്രഹ്മകുമാരീസ് പാലക്കാട് എത്തിയിട്ട് 50 വർഷങ്ങളായി. And it started very slow, very simple, but
big trees start with just a little seed. വളരെ എളിയ രീതിയിലാണ് അത് തുടങ്ങിയത്. എങ്ങനെയാണോ വലിയൊരു മരം ചെറിയൊരു വിത്തിൽ നിന്ന് ആരംഭിക്കുന്നത് അതുപോലെ. So we started with 1 family, 2 families, 3 families, 4 families, and it's grown and grown and grown into a very beautiful tree. ഒന്നോ രണ്ടോ മൂന്നോ നാലോ കുടുംബങ്ങൾ മാത്രമുണ്ടായിരുന്ന ആദ്യ കാലഘട്ടം അത് ഇന്ന് എത്ര വലിയൊരു വൃക്ഷമായി മാറിയിരിക്കുന്നു. And of course the ones who created a very powerful form of sustenance for the souls here, where some of you would know the sisters were called Sister Shiv Kanya, and with her Sister Shanta and then others. And for 29 years it's been Sister Meena with a team around her. And so it's so easy. Just from a little seed so much can happen and things can grow. ഈ വിത്ത് വിതയ്ക്കാൻ നിമിത്തമായത് ആദരണീയ ശിവകന്യ ബെഹൻജി, പിന്നെ അതിനുശേഷം ശാന്ത ബെഹൻജി, അങ്ങനെ ചെന്നൈ സോണിൽ നിന്നുള്ള മഹത്തുക്കളായവർ ഇവിടെ നമുക്ക് നൽകിയ പാലന, ആ പാലനയുടെയും കൂടി ഒരു റിസൾട്ടാണ് ഇന്ന് കാണുന്ന ഈ വടവൃക്ഷം. 29 വർഷങ്ങളായി മീന സിസ്റ്റർ പാലക്കാട് ബ്രഹ്മകുമാരീസിനെ നയിച്ചുകൊണ്ടിരിക്കുന്നു. And so firstly I want to thank those ancestors who created such a beautiful foundation, but I also want to thank the ones who are part of the team now who've made this program happen. ഞാൻ അന്ന് ഇത് ആരംഭിച്ച് നട്ട് നനച്ച് പാലന തന്ന് വളർത്തിയ ആ പൂർവികരെയും നന്ദിയോടെ സ്മരിക്കുകയാണ്. അതോടൊപ്പം ഇന്ന് ഇത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന പാലക്കാടിനെ മുഴുവൻ ആത്മീയതയിലേക്ക് ഉയർത്താൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച എല്ലാവരെയും ഞാൻ നന്ദിയോടെ ഓർമ്മിക്കുകയാണ്. I've mentioned just 1 or 2 names, but another one, Sister Beena and the whole family from Tamil Nadu who also supported here. ഞാൻ 1-2 ആൾക്കാരുടെ പേര് മാത്രമേ എടുത്തു പറഞ്ഞുള്ളൂ. പക്ഷേ ധാരാളം പേരുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സോണൽ കോർഡിനേറ്ററായിട്ടുള്ള ബീന ബെഞ്ചിയുണ്ട്. ബീന ബെഞ്ചിയുടെ മുഴുവൻ ടീമുമുണ്ട്. അങ്ങനെ എത്രയോ പേർ ഈ ആധ്യാത്മിക ഉയർച്ചയ്ക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നു. So congratulations to all of these souls and gratitude for them also. എല്ലാവർക്കും ഓരോരുത്തർക്കും പേരെടുത്തു പറഞ്ഞ് ഞാൻ നന്ദി പറയുന്നു. അവരോടുള്ള എൻ്റെ കൃതജ്ഞതയും ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നു. But I also want you to know that this awakening is happening worldwide. It's happening in every country across the globe. ഞാനൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ആധ്യാത്മിക ഉയർച്ച ഇത് കേവലം പാലക്കാട്ടോ കേരളത്തിലോ മാത്രമല്ല, ഇത് ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും എല്ലാ ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. A few people or many people, but this awakening that it's time for change. I have to meditate. I have to connect with the divine so that I can have unity and trust and I can help others have the same. അത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ കുറച്ച് പേരാകാം, കുറച്ചധികം പേരാകാം. പക്ഷേ ഈ ചിന്ത എല്ലാവിടെയും ഉയരുന്നുണ്ട്. എനിക്ക് മാറണം, എനിക്ക് ധ്യാനത്തിലേക്ക് കടക്കണം, എനിക്ക് എന്നെ തന്നെ പരിവർത്തനപ്പെടുത്തണം. And so I'm sure that I've talked about meditation, but I can't share the sweetness of meditation with you in words. ഞാൻ നിങ്ങളോട് ധ്യാനത്തിനെ കുറിച്ച് സംസാരിച്ചു, പക്ഷേ ധ്യാനത്തിൻ്റെ മാധുര്യം പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ബുദ്ധിമുട്ടാണ്. You have to experience it and taste it for yourself. അത് നിങ്ങൾ സ്വയം അനുഭവിക്കണം, അതിൻ്റെ രുചി നിങ്ങൾ അറിയണം. And so Sister Beena has kindly come to join us. അപ്പോൾ ആ ധ്യാനം ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മുടെ സോണൽ കോർഡിനേറ്റർ ആയിട്ടുള്ള ബീന ബെഞ്ചി എത്തിയിട്ടുണ്ട്. And I'm going to request that she guides us into meditation. ഞാൻ ദീദിയോട് അപേക്ഷിക്കുകയാണ്, ഞങ്ങളെ ധ്യാനത്തിലേക്ക് നയിച്ചാലും. Thank you. Om Shanti. പാലക്കാട്ടുകാരുടെ എല്ലാവരുടെയും ഉള്ളിൽ നിന്ന്, പാലക്കാട്ടുകാരുടെ മാത്രമല്ല കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ അതിഥികളുടെയും ബ്രഹ്മകുമാരീസ് വിദ്യാർത്ഥികളുടെയും ഹൃദയത്തിൽ നിന്ന് ഇപ്പോൾ ഒരൊറ്റ ശബ്ദമാണ് വരുന്നത്: ദീദി വളരെ 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 നന്ദി.
Didi, thanks for the words. You inspired all of us. I'm sure a lot of people are going to start meditating from today onwards. Thanks for your presence. Thanks for your time. പാലക്കാട്ടുകാരുടെ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ദീദിക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. ഇനി നമ്മളെ കുറച്ചു നേരം ധ്യാനത്തിൻ്റെ അനുഭൂതിയിലേക്ക്, ഇതൊരു ഗൈഡഡ് മെഡിറ്റേഷനാണ്, ആ ഗൈഡഡ് മെഡിറ്റേഷനിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ആദരണീയ ബീന ബെഹൻജി നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ദീദി പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക, അതിനനുസരിച്ച് മനസ്സ് സഞ്ചരിക്കട്ടെ. നമ്മളത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, വാക്കുകൾ ഉരുവിടേണ്ട ആവശ്യമില്ല. നിശബ്ദമായിരുന്നു കൊണ്ട് ദീദി പറയുന്ന വാക്കുകളുടെ വിഷ്വലൈസേഷനിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോവുക. വളരെ ഏകാഗ്രമായി ഇരിക്കുകയാണെങ്കിൽ ഈ 5 നിമിഷം കൊണ്ട് ധ്യാനത്തിൻ്റെ വളരെ ആഴത്തിലുള്ള അനുഭവം നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയും. നമ്മളിവിടെ ഇരിക്കുന്നവർ ഒരാൾ പോലും ഇതിൻ്റെ മുന്നിൽ ധ്യാനം അഭ്യസിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ പോലും വളരെ ആഴമേറിയ ആത്മീയാനുഭൂതി ഉണ്ടാക്കാം. നമുക്ക് ബീന ബെഹൻജിയുടെ വാക്കുകൾ ശ്രദ്ധിക്കാം. Om Shanti. Respected guests, divine brothers and sisters, all of us are sitting so peacefully here. For the past 2 hours, I should say, we have all traveled long distances to be in this gathering here today. And first of all, I should say congratulations to all of you for sitting in such a peaceful way and receiving all the jewels of knowledge which respected Jayanti Didi has shared with us. I should say this is the practice of meditation which you are already doing. So your presence in this hall in a peaceful way, I hope all of you can feel and experience the peace, the vibrations coming from respected Jayanti Didi ji, and all what we are listening and absorbing. So are we experiencing the peace here itself? Can we just raise our hands to tell Didi ji that with the knowledge which she shared, her experience, her words of wisdom, we have also experienced deep peace within. And I would like to just take you through a period of meditation, a time of silence. Whatever Didi ji has shared, we will just try to go little bit into that experience. I request all of you to just sit firm, be firm. Yes, please, let us sit straight. Yes, our feet are firm on the ground. Yes. എല്ലാവരും വളരെ റിലാക്സ് ആയിരിക്കൂ. 2 കാലുകളും നിലത്തമർത്തി വെച്ച് വളരെ റിലാക്സ്ഡായി പീസ്ഫുള്ളി ഇരിക്കണം. And as it is for the past 2 hours, there is no sound of the outer world. കഴിഞ്ഞ 2 മണിക്കൂർ പുറം ലോകത്തെ ഒരു ശബ്ദവും നമ്മെ അലട്ടിയില്ല. With this concentrated state of thoughts, I go into my inner world. ചിന്തകളുടെ ഏകാഗ്രധാരയിലൂടെ നമുക്ക് നമ്മുടെ ആന്തരിക ലോകത്തിലേക്കൊരു യാത്ര ചെയ്യാം. Just for today, I will be sharing some thoughts with you which I get in my experience of meditation. എനിക്ക് എൻ്റെ ധ്യാനത്തിൻ്റെ അനുഭവത്തിലൂടെ ലഭിച്ച
ഏതാനും ചില പ്രേരണകൾ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവയ്ക്കാം. It is a natural way of positive thinking which each of us know about it and we can develop it ourselves. പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ ഒരു സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. നമുക്കെല്ലാവർക്കും ഇത് അഭ്യാസത്തിലൂടെ വികസിപ്പിച്ചെടുക്കാം. I will begin with the word Om Shanti, just meaning I am a peaceful being. ഓം ശാന്തി എന്ന പദത്തോടെയാണ് ആരംഭിക്കുന്നത്. അതിനർത്ഥം ഞാൻ ശാന്തസ്വരൂപമായ ആത്മാവാണ്. And at the end of meditation also, I will use the same word Om Shanti. ധ്യാനത്തിൻ്റെ അവസാനവും ഓം ശാന്തി എന്ന പദം ഉച്ചരിക്കുന്നതാണ്. We can leave our eyes open or close. Being comfortable is very important. വളരെ സ്വസ്ഥമായി റിലാക്സായി വേണം ഇരിക്കാൻ. കണ്ണ് തുറന്നോ അടച്ചോ നിങ്ങളുടെ സൗകര്യപ്രകാരം ധ്യാനിക്കാം. Om Shanti. Let me take a deep breathe in. ആഴത്തിൽ ശ്വസിക്കൂ. Breathe out. പുറത്തേക്ക് ശ്വാസം വിടൂ. Once again. ഒരു സെക്കൻഡ്. I see myself ഞാൻ എന്നെ തന്നെ കാണുന്നു. as a shining star of peace. ശാന്തിയുടെ പ്രകാശമായി കാണുന്നു, നക്ഷത്രമായി കാണുന്നു. In the center of my forehead. ഇരുപുരുകങ്ങൾക്കും മധ്യത്തിൽ. Let us visualize the star shining in my forehead. എൻ്റെ നെറ്റിത്തടത്തിൽ പ്രകാശിക്കുന്ന ആ നക്ഷത്രത്തെ നാം കാണൂ. I am a star of peace. ഞാൻ ശാന്തിയുടെ നക്ഷത്രമാണ്. As we see in the night sky, stars self-illuminated. ആകാശത്തിൽ നക്ഷത്രങ്ങൾ സ്വയം പ്രകാശിക്കുന്നത് പോലെ. Giving light to others also. മറ്റുള്ളവരിലേക്കും പ്രകാശം പരത്തുകയാണ്. I can see in between my eyebrows. ഇരുപുരുക മധ്യത്തിൽ എനിക്ക് കാണാം. Self-illuminous star of divine light. സ്വയം പ്രകാശിക്കുന്ന ദിവ്യമായ നക്ഷത്രം. My star is spreading light to all the organs of my body. ഇരുപുരുക മധ്യത്തിലുള്ള നക്ഷത്രത്തിൻ്റെ പ്രകാശം ഈ ദേഹത്തിലേക്ക് മുഴുവനായും അവയവങ്ങളിലേക്കെല്ലാം വ്യാപിക്കുന്നു. I can feel the silence within. ആന്തരിക ശാന്തത ഞാൻ അനുഭവിക്കുന്നു. The thoughts in my mind have reduced. എൻ്റെ സങ്കല്പങ്ങളുടെ ഗതി മന്ദമാവുകയാണ്. My intellect
is focused. ബുദ്ധി ഏകാഗ്രമാകുന്നു. The power of positive peace spreading all around. ശാന്തിയുടെ ശക്തി എനിക്ക് ചുറ്റും വ്യാപിക്കുന്നു. Vibrations of peace spreading to different corners of this hall. ശാന്തിയുടെ പ്രകമ്പനങ്ങൾ ഈ ഹാളിൽ എല്ലാ ഭാഗത്തേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. In this state of peace, I can experience God's love also. ശാന്തിയുടെ ഈ ഒരവസ്ഥയിൽ എനിക്ക് പ്രഭു സ്നേഹത്തിൻ്റെ അനുഭൂതി ഉണ്ടാകുന്നു. I am an embodiment of happiness. ഞാൻ സന്തോഷത്തിൻ്റെയും സ്വരൂപമാണ്. Of divine ecstasy. ദിവ്യമായ സ്വരൂപം. As I connect with God the Almighty, ഈശ്വരനുമായി ഞാൻ എൻ്റെ മനസ്സിനെ യോജിപ്പിക്കുകയാണ്. I can feel like a fountain of values filling my soul. ഗുണങ്ങളുടെ മഴ ആത്മാവായി എന്നിലേക്ക് നിറയുന്നതായി ഞാൻ അനുഭവമാകുന്നു. My self-respect develops. I feel powerful within. എൻ്റെ സ്വാഭിമാനം ഉയരുകയാണ്. ശക്തിശാലി അവസ്ഥയുടെ അനുഭൂതി ഉണ്ടാകുന്നു. Vibrations of peace spreading to 5 elements of matter also. ശാന്തിയുടെ പ്രകമ്പനങ്ങൾ ഈ ഭൂമിയിലെ പഞ്ചതത്വങ്ങളിലേക്കും വ്യാപിക്കുന്നു. Water, earth, air. I have vibrations. All will become pure very soon. ജലം, ആകാശം, വായു എന്നീ തത്വങ്ങളെല്ലാം ഈ വൈബ്രേഷൻസിലൂടെ ശുദ്ധമാവുകയാണ്. As I see a globe before me, globe of the world. ഞാനിപ്പോൾ എനിക്ക് മുന്നിൽ പ്രകാശമയമായ ഒരു ലോകത്തെ കാണുന്നു. തിളങ്ങുന്ന ലോകം. Vibrations from my shining star spread to all the divine souls in the world. തിളങ്ങുന്ന ആത്മനക്ഷത്രമായ എന്നിൽ നിന്നും ഈ ലോകത്തിലുള്ള സർവ്വ ആത്മാക്കളിലേക്കും വൈബ്രേഷൻസ് പോകുകയാണ്.
the divine star shines brighter, becomes bigger, giving to everyone. ഈ ദിവ്യമായ നക്ഷത്രം പ്രകാശപൂരിതമായി ഇതിൻ്റെ പ്രകാശം എല്ലാവരിലേക്കും നൽകുന്നു. I, the embodiment of peace and happiness, I maintain this self-awareness while performing all actions. ശാന്തിയുടെയും സന്തോഷത്തിൻ്റെയും സ്വരൂപമായ ഞാൻ ഓരോ കർമ്മങ്ങൾ നിർവഹിക്കുമ്പോഴും ഈ ഒരു അവബോധത്തിൽ തന്നെ ഇരിക്കും. Time to time, I come to this awareness again and maintain my state of peace. സമയാസമയം ഈ ഒരു അവബോധം എന്നിലുണ്ടാകുന്നു. ഇതിലൂടെ ആത്മശാന്തി ഞാൻ നിലനിർത്തുന്നു. Om Shanti Shanti Shanti.